അയ്യോ, അവൾക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ ആള് വന്നിട്ടുണ്ട്. അയ്യോ, അവളെ ഇനി അങ്ങ് മരണത്തിലേക്ക് തള്ളിവിടല്ലേ. അവൾക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ഉള്ളതാണ്, അവൾക്ക് ഭർത്താവുള്ളതാണ്, അവൾക്ക് കുടുംബമുള്ളതാണ്. ഒന്നോ പോയി ഇനി അവളെ കൂടി അങ്ങ് തള്ളിവിടല്ലേ എന്ന് ഒരു മേഡം പറയുകയാണ്. മേഡത്തിന്റെ കണ്ണീരിന്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും അലിഞ്ഞില്ലാതാകുന്നു. മേഡം, ഞങ്ങളൊക്കെ പാവങ്ങളാണ്. ആ നല്ലവളെ നമ്മളെല്ലാവരും ഒരു കാര്യം ചെയ്യാം. എടുത്ത് നാളെ മുതൽ മോളെ നീ ചെയ്തത് ചെയ്തു മോളെ, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞങ്ങൾ എല്ലാ മാപ്പുകളും നൽകിയിരിക്കുന്നു, നീ പോയിക്കോ എന്ന് പറയാം. മേഡം, ഒന്നും മിണ്ടരുത് മേഡം. ഇതൊന്നും മിണ്ടാൻ പാടില്ല. നമ്മളൊന്നും പറയാൻ പാടില്ല. അവർക്ക് വേണ്ടിയിട്ടും ശബ്ദിക്കാൻ ആൾ വന്നിരിക്കുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ അച്ഛൻ്റെയും അമ്മയുടെയും കരച്ചിലിന് ഒരു ബലിയും ഇവരൊന്നും കാണുന്നില്ലേ? അച്ഛൻ്റെയും അമ്മയുടെയും കരച്ചിൽ ഒരു ബലിയുമില്ല. അവളുടെ ജീവൻ മുഖ്യമാണ്. അവൾ ജീവിക്കണം. അവൻ മരിച്ചാലും വേണ്ടിയില്ല, അവൾ ജീവിക്കണം. ഏതായാലും നമുക്ക് മേഡം പറയുന്നു എന്ന് കേട്ടിട്ട് വരാം. നമുക്ക് പേടി വരും. കാരണം നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോ ആരെങ്കിലും ഒരു പോസ്റ്റിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പരാമർശിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ആ വ്യക്തിയുടെ മേലെ തീർക്കുകയാണ്. അത് ഇപ്പോ എനിക്ക് വേണ്ടിയിട്ട് ഒരാള് എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടാൽ എന്നോടുള്ള സ്നേഹം പോലും ആവണമെന്നില്ല. ആരുടെയെങ്കിലും വെച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട് തിരിച്ചുകയറുന്ന ഒരു മാനസികാവസ്ഥ. സ്ത്രീകളെ കുറിച്ചിട്ട് തന്നെ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ തീർത്തിടുവാണെങ്കിൽ തീർച്ചയായും ചെയ്ത മലയാള പദങ്ങളൊന്നും എടുത്തിട്ട് അങ്ങനെ പറയാനൊന്നും യാതൊരു മടിയില്ല. അപ്പോൾ അപ്പൊ ഇപ്പുറത്തെ വശം നിൽക്കുന്ന കുട്ടി ഇന്നിപ്പോ എല്ലാവരും അദ്ദേഹത്തിന് ആ മരിച്ചുപോയ മനുഷ്യന് വേണ്ടിയിട്ട് ഭയപ്പെടുന്നു. നാളെ ഈ കുട്ടി എന്തെങ്കിലും ചെയ്താൽ ഇതേ ആളുകൾ തിരിച്ച് അതിനു വേണ്ടി വാദിക്കും. എല്ലാവരും കൂടെ വിട്ടിക്കേറി എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി വാദിക്കും. അപ്പൊ അതിൽ ഇതിനൊക്കെ ഒരു നിയമമാണ് വേണ്ടത്. നമ്മുടെ സൈക്കോളജിസ്റ്റ് കലാമേടാണ് പറയുന്നത്. അതായത് എല്ലാവരും ചേർന്നിട്ട് ഇപ്പോഴേ ആ കുട്ടിയെ ഭയങ്കരമായിട്ട് പറയുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈളക്കുട്ടിയൊന്നുമല്ല, കൊച്ചുവാവയൊന്നുമല്ല. ആ കുട്ടി 40 കഴിഞ്ഞൊരു കുട്ടിയാണ് സുഹൃത്തുക്കളെ, 40 കഴിഞ്ഞൊരു കുട്ടി. ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കലാമേടത്തിന് ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട്, ഒരു എന്താ പറയേണ്ട ഒരു വിഷമമുണ്ട്. അത് ശരിയാണ്, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. പക്ഷേ അപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, അതായത് അവൻ്റെ വീട്ടിലാളില്ലേ? അവൻ്റെ അച്ഛനും അമ്മക്കൊരു വിലയില്ലേ? അവൻ്റെ അച്ഛനും അമ്മക്കൊരു പുല്ല് വിലയില്ലേ? ആ മനുഷ്യരുടെ കരച്ചൽ അതൊന്ന് കേൾക്കണ്ടേ നിങ്ങൾ? അതൊന്ന് കേൾക്കണ്ടേ? ആ കേൾക്കാൻ നിങ്ങൾ ആരുമല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അവരുടെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഏതായാലും അവരുടെ കരച്ചിലൊന്ന് കേട്ടോക്കെ. അവൾക്ക് മാത്രം മതിയോ വില? ആ പാപത്തിനും കൂടി വില വേണ്ടേടോ. അവനും ചോദിക്കാനും പറയാനും ആരെങ്കിലും വേണ്ടേ? അല്ലാതെ ഇവർക്ക് മാത്രം ബലിയും മറ്റേ ഇതെല്ലാം ബാക്കി എല്ലാവർക്കും തന്നെ ഒന്നുമില്ലേ? അത്ര വേദനിച്ചിട്ടാ ഞാനിത് പറയണത്. എന്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ, ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. അതിനുള്ള എല്ലാ കള്ളാസുകളും ഞങ്ങളുണ്ട്. വക്കീലത്ത് പോയിന് അവര് അതിന്റെ വേണ്ടമാതിരി എല്ലാം ചെയ്തിട്ടുണ്ട്. യുവതിക്കെതിരെ അല്ലാതെയും പരാതികൾ പോയിട്ടുണ്ട്, കേസെടുക്കുമെന്നുള്ള തരത്തിൽ. അത് പരാതി കൊടുത്തിട്ടുണ്ട്. അവര് പുറമേ നിന്നും ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇതായിട്ട്. ഇനി ഇതേമാതിരി വേറെ ആർക്കും ഞങ്ങൾക്ക് വന്ന അതിൽ ആർക്കും വരരുത്. എന്നാലും ഒരാൾക്ക് നമ്മളെ മോൻ പോയി ഈ കാരണം കൊണ്ട്. പിന്നെ അതേമാതിരി മറ്റുള്ള അച്ഛനമ്മകൾക്കും അങ്ങനെ ഈ ഇത് വരരുത്, അനുഭവം വരരുത്. ആയിക്കോട്ടെ, എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള യോഗം ഇനി വേറെ ഒരു അമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയണത്. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ, ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. ഒരാൾ ഓനറിയണം, ആർക്കും എല്ലാവർക്കും എൻ്റെ കുട്ടീൻ്റെ സ്വഭാവം അറിയാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അപ്പോൾ ഒരു അമ്മയുടെ ഒരു കരച്ചിലാണിത്. ആ അമ്മ പറയുന്നത്, എൻ്റെ മകനെ എനിക്കറിയാം, ഈ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഈ അച്ഛൻ പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് നിയമ നടപടികളുമായി പോകുന്നത് മറ്റൊരാൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത്, അതുപോലെ മറ്റൊരു വീട്ടിലും ഇത് ഉണ്ടാകരുത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, നാളെ ഒരു അച്ഛനും അമ്മക്കും നഷ്ടപ്പെടരുത്. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ചില ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, അവളുടെ സംരക്ഷണം, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ, അവളുടെ സംരക്ഷണത്തോടുള്ള ഈ പാവങ്ങളോടില്ല. എന്തുകൊണ്ടാ? ഇവർ വയസ്സായവരല്ലേ, ഇവരല്ലേ ആര് നോക്കുന്നത്? നമ്മൾക്ക് വല്ല ചെറുപ്പക്കാരുടെ അവരുടെ ആ മാനസികാവസ്ഥ പോരെ. അല്ലാതെ ഇപ്പോൾ ഇവരെന്തെന്ന് അതിനു പകരം ആ കുട്ടി ചെയ്തതിന് അതിന് നല്ല തക്കതായ ശിക്ഷ കൊടുത്ത് അതിനെ ജയിലിലിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അതാണ് പറയേണ്ടത്. അല്ലാതെ ആ കുട്ടി എന്തെങ്കിലും ചെയ്തു പോയാൽ ആ കുട്ടി എന്ത് ചെയ്യാൻ? ഇന്നലെ മരണത്തിൽ വരെ പൊട്ടിച്ചിരിക്കുന്ന കണ്ടു. മരണത്തിൽ വരെ അവർ സന്തോഷിക്കുകയാണ്. ഒരുത്തൻ്റെ മരണത്തിൽ ഒരു ദുഃഖവും അവർക്കില്ല. അവരൊരു ഖേദവും പ്രകടിപ്പിച്ചിട്ടില്ല. അവരൊരു തേങ്ങാക്കൊലിയും ചെയ്യത്തുമില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എങ്ങനെയെങ്കിലും വൈറലാകാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഈ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിന് അവർ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാട് ഇങ്ങനെയാണ്. നമ്മുടെ നാട് ഗതി പിടിക്കാത്തതും ഇതുകൊണ്ട് തന്നെയാണ്. കാരണം അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷങ്ങൾ. അതല്ല വേണ്ടത്, ശിക്ഷ കൃത്യമായിട്ട് കൊടുക്കുക. അല്ലാണ്ട് മറ്റവൻ്റെ മനുഷ്യാവകാശം വേണ്ട. എന്ത് കാര്യമായാലും ശരി. പണ്ട് കീർത്തി ചക്ര എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിന്. ആ സിനിമയിൽ ഇതുപോലെ ഒരു പട്ടാളക്കാരനെ എന്തോ ഇതാക്കിയപ്പോൾ അങ്ങനെ പറയുന്നതാണ്. ചെയ്തപ്പോൾ ആരും ചോദിക്കാനില്ല. പക്ഷേ അപ്പുറത്തുള്ള ഒരുത്തൻ എന്തോ ഒരു പറ്റിയപ്പോഴും ചോദിക്കാൻ ആൾക്കാരുണ്ട്. അതേപോലെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തോന് ഒരു വിലയില്ല. പക്ഷേ മറ്റവരെ ജീവന് ഭയങ്കര ബലിയും, അവർക്ക് ഭയങ്കര കുടുംബവും, അവർക്ക് കുട്ടികളും ബന്ധുക്കളും, അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. മരിച്ചവൻ ഇതൊന്നും ബാധകമല്ല. അതാണ് ഇവരൊക്കെ പറയുന്നത്. അല്ലാതെ ശിക്ഷ കൂട്ടി കൊടുക്കണം, അവരെ പിടിച്ച് ജയിലിലിടണം, ഇങ്ങനെ ചെയ്യുന്നവരെ എല്ലാവരെയും ജയിലിലിടണം, ഈ ഒരു ന്യായമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ അതല്ല പറയുന്നത് ഇവർ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ന്യായീകരിക്കാൻ വേണ്ടി 2 ദിവസത്തിനുള്ളിൽ വരും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യത്തിലും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ നാളെ ഈ ദുരന്തം വരും. കാരണം ഇതിങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഓരോ വീട്ടിലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോ. നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോ അച്ഛനോ ആർക്കെങ്കിലും ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നും സമൂഹം എല്ലാവരെയും അവരെയും പിന്നെ കുറ്റക്കാരാക്കും. അതല്ല വേണ്ടത്, കൃത്യമായിട്ട് അന്വേഷിച്ച് അതാണ് വേണ്ടത്. ഇതിപ്പോൾ പോലീസിന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാതൊരു വേഷം വിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇവരെ ഇപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒറിജിനൽ എവിടെയെന്ന്. ഒറിജിനൽ പോലും ഇവരെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ വെച്ചാണ് കളിച്ചത്. ആർക്കാ പോയത്? അച്ഛനും അമ്മക്കാണ്. ആ സ്ത്രീക്കൊന്നും പോയിട്ടില്ല. അവരിപ്പോഴിനി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതുപോലുള്ള പിന്നെ ആൾക്കാർ വന്ന് അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും, അവരെ നല്ലത് പറയാനുണ്ടാകും. മോളെ നീ ഒരു തെറ്റ് ചെയ്തു പോയതിലുള്ളൂ, ഒരാളെ ജീവനിലേ പോയില്ലോ, അല്ലാതെ നീ പറയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന ആളുണ്ടാവും. പക്ഷെ അച്ഛനും അമ്മക്കും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടൂല മകന. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു നിമിഷം കൊണ്ട് ആ കുട്ടി തകർത്ത് കളഞ്ഞത്, ആ സ്ത്രീയെ തകർത്ത് കളഞ്ഞത് ഒരു കുടുംബത്തെ മുഴുവനാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും തണലാണ്. ആ തണൽ മരമാണ് ആ സ്ത്രീ വെട്ടിക്കളഞ്ഞതെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രയും മോശമായ ദുഷ്ടയായ സ്ത്രീയാണ് അവർ. അല്ലാതെ അവരൊരിക്കലും നല്ലവരല്ല. അവർ നല്ലവരാണെങ്കിൽ കുറച്ചൊക്കെ മനസാക്ഷി ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഇമാതിരി പണി ചെയ്യത്തില്ല. അവർക്ക് തന്നെ അറിയാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ തോന്നുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കും. നമ്മളെ തീട്ടൊന്നല്ല തിന്നുന്നത്, നമ്മൾ നല്ല കുത്തരി ചോറ് തന്നെ എല്ലാവരും തിന്നുന്നത്, ഇല്ല റേഷനരി. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് അങ്ങ് വെളുപ്പിക്കാൻ നിൽക്കരുത്. നന്ദി, നമസ്കാരം.